ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾ സുഖമായിട്ടൊക്കെ പോണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വന്നിട്ട് കോട്ടപ്പയർ വറവാണ്. അപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പിനായിട്ട് ജുനിയും കൂടെ ഉണ്ട്. എനിക്ക് ഇരട്ടിപ്പണിയാണ് ആക്കി വെക്കുള്ളൂ, എന്നാലും കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ ഉണ്ടാവും. പക്ഷെ എനിക്ക് ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കാണ്ട് പെട്ടെന്ന് പണി തീർക്കാനാണ് ഇഷ്ടം. ഇവരുണ്ടായാൽ കൂടുതൽ എനിക്ക് പണിയായിട്ട് തോന്നും. കാരണം അതെടുത്ത് ഇതെടുത്ത് എല്ലാം നമ്മൾ നോക്കി കണ്ട് വെച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന അവസ്ഥയായിരിക്കും. അതിൽ നല്ല ആരും ഇല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ തപ്പെന്ന് പറഞ്ഞ പോലെ തീർത്ത് വരാൻ പറ്റും. അപ്പം നമ്മളിന്ന് കോട്ടപ്പയർ വറവാണ്. അതിന് ആവശ്യത്തിനുള്ള സാധനം ചട്ടിയിൽ വറുക്കണം തന്നെ എനിക്കിന്ന് തോന്നി, അതുകൊണ്ടാണ് ചട്ടിയിലിട്ടത്. അല്ലെങ്കിൽ ചെറിയ ചീനച്ചട്ടിയിലാണ് നമ്മൾ വറവുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ചട്ടിയിൽ വറുത്ത കോട്ടപ്പയർ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചട്ടിയിൽ ഉണ്ടാക്കുവാണ്. നമ്മൾ മീൻസ് ജ്വനിക്കും. അപ്പോൾ ഈ ഇളക്കുന്നതെല്ലാം ജ്വനിയാട്ടോ. പിന്നെ എൻ്റെ ഒരു കാലം കിട്ടുമ്പോൾ ഗ്യാസിൻ്റെ അടുത്ത് അടുപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്നാലും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ബോറടിക്കുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമ്മൾ അടിയായിരിക്കും. ഇതിനിടയിൽ നമ്മളൊരു 5-10 ഒച്ചപ്പാടും ബഹളവും അടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെയും അതൊന്നും മൈൻഡാക്കാതെ ചെയ്യാൻ നിൽക്കും ഓരോന്നും. അപ്പോൾ ഇങ്ങനെ വറവുണ്ടാക്കിയിട്ട് കഴിക്കാൻ നമ്മൾ സാധാരണ ചീനച്ചട്ടിയിലിട്ട് സാധാരണ എല്ലാം കൂടെ തേങ്ങയും ഉള്ളിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒപ്പം ഇട്ട് കഴിക്കുന്നതും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ തേങ്ങയ്ക്ക് ഇട്ട് കഴിക്കുമ്പോൾ രണ്ടും രണ്ട് വിധത്തിലുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഈ ടേസ്റ്റിന് ഈ ഒരു ഞാൻ ഉണ്ടാക്കിയത് ആദ്യമായിട്ടാണ്. നമ്മൾ ഒപ്പരം എല്ലാം മിക്സ് ആക്കിയിട്ടുള്ള വറവാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കാറ്. ഈ രീതിയിൽ ഫസ്റ്റ് ടൈം ഞാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ രണ്ടും വ്യത്യസ്ത രുചിയാണ്. രണ്ട് മോഡലിലും ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള രുചിയാണ് കഴിക്കുമ്പോൾ മനസ്സിലായത്. പിന്നെ ഈ ജോനിക്കൊന്നും ഈ വറവൊന്നും കഴിക്കാതെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ വാരി കൊടുക്കുന്നതാണെങ്കിൽ മാത്രമേ വറവ് ഓളെടുക്കുകയുള്ളൂ, അല്ലാതെയാണെങ്കിൽ ഓള് മാറ്റി വെക്കും. അപ്പോൾ നമ്മുടെ വറവെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.